നറൂട്ടോ ആനിമെ സീരീസിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ടോപ്പ് 3 കെക്കൈ ഗെങ്കൈസ് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഇതുപോലെ ആനിമെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ആദ്യം തന്നെ എന്താണ് ഈ കെക്കൈ ഗെങ്കൈ എന്ന് ഞാൻ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഒരു പ്രത്യേക ബ്ലഡ് ലൈനിലൂടെ പാരമ്പര്യമായിട്ട് കിട്ടുന്ന അപൂർവമായിട്ടുള്ള എബിലിറ്റീസിനെയാണ് നമ്മൾ ഈ കെക്കൈ ഗെങ്കൈ എന്ന് വിളിക്കുന്നത്. ഇത് 2 എലമെന്റൽ നേച്ചറുകൾ തമ്മിൽ മിക്സ് ചെയ്താണ് ഉണ്ടാകുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയുള്ള ഒരു കെക്കൈ ഗെങ്കൈ. കൂടുതൽ ഞാൻ ഈ ലിസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ലിസ്റ്റിൽ നമ്പർ 3 ആയിട്ട് വരുന്നത് സോർച്ച് റിലീസാണ്. പകുര എന്ന ക്യാരക്ടറിലൂടെയാണ് നമ്മൾ ഇതിനെ കൂടുതലായിട്ട് കാണുന്നത്. ഫയർ വിൻഡ് നേച്ചറുകൾ മിക്സ് ചെയ്ത് എനിമീസിന്റെ ബോഡിയിലെ ലിക്വിഡ് മൊത്തം വറ്റിച്ചു കളയാൻ ഇതിന് സാധിക്കും. ഈ ടെക്നിക്ക് നേരിട്ടാൽ ബോഡി നിമിഷങ്ങൾക്കുള്ളിൽ ഡ്രൈ ആയി പോകും എന്നതാണ് ഇതിനെ ഏറ്റവും ബ്രൂട്ടലായ ഒരു അറ്റാക്ക് ആക്കി മാറ്റുന്നത്. ഈ ഒരു ടെക്നിക്കിനെ കൗണ്ടർ ചെയ്യാൻ നല്ല സ്പീഡും അല്ലെങ്കിൽ ഹൈ ലെവലായിട്ടുള്ള ഡിഫൻസും അത്യാവശ്യമാണ്. 2ാം സ്ഥാനത്ത് വരുന്നത് ഉച്ചിയ ക്ലാനിന്റെ ഷാരിംഗൻ ആണ്. ഇതിന്റെ അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ള മങ്കേക്യു ഷാരിംഗൻ ശരിക്കും അൺപ്രഡിക്റ്റബിൾ ആണ്. അമത്രാസു, സുക്യോമി പോലെ എനിമീസിനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും തകർക്കാൻ പറ്റുന്ന എബിലിറ്റീസ് ഇതിലുണ്ട്. ഒരു ഫൈറ്റിൽ ഓപ്പോണന്റിന്റെ മൂവ്മെന്റ് നിരീക്ഷിക്കാനും അത് കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യാനുമുള്ള ഇതിന്റെ പ്രിസിഷൻ മറ്റു മിക്ക പവറുകളെക്കാളും മുകളിലാണ്. ബാറ്റിൽ ഫീൽഡിൽ ഒരു ഷാരിംഗൻ യൂസറിനെ ഫേസ് ചെയ്യുക എന്നത് ഏറെക്കുറെ ഒരു ഷിനോബിക്ക് സൂയിസൈഡൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി 1ാം സ്ഥാനത്ത് വരുന്നത് സംശയമില്ലാതെ തന്നെ റിനേഗൺ ആണ്. ഷിനോബി ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കണ്ണ് അല്ലെങ്കിൽ ഐ എന്ന് നമുക്ക് ഇതിനെ വേണമെങ്കിൽ വിളിക്കാം. ഗ്രാവിറ്റി മാനിപ്പുലേഷൻ മുതൽ സോൾസിനെ കൺട്രോൾ ചെയ്യാൻ വരെ ഈ ഒരു എബിലിറ്റിക്ക് പറ്റും. പെയിൻ എന്ന ക്യാരക്ടർ ഈ ഒരു പവർ യൂസ് ചെയ്ത് ഒരു വില്ലേജിനെ തന്നെ ഇല്ലാതാക്കുന്നത് നമ്മൾ കണ്ടതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടെക്നിക്കിനെ നേരിടാൻ നോർമൽ ആയിട്ടുള്ള ലോജിക്കിൽ ആർക്കും പറ്റത്തില്ല. കാരണം ഇതിന്റെ ഡിസ്ട്രക്ഷൻ അത്രത്തോളം വലുതാണ്. ഇതുകൂടാതെ ബ്യാക്കുഗൺ, വുഡ് റിലീസ്, ലാവ റിലീസ്, ഐസ് റിലീസ്, എക്സ്പ്ലോഷൻ റിലീസ് തുടങ്ങിയവയെല്ലാം കെക്കൈ ഗെങ്കൈയിൽ ഉൾപ്പെടുന്ന ഒന്നാണ്. സോ നിങ്ങളുടെ ലിസ്റ്റ് എന്തായാലും കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കണ്ട. അടുത്ത വീഡിയോ കാണാം.